ഞാൻ വളരെ ചെറുപ്പത്തിൽ രാവിലെ ഇരുമ്പൊലക്കയായിട്ട് ഇറങ്ങിയിരുന്ന ആളാണ്. ഇരുമ്പൊലക്ക എന്ന് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അത് മാറൂല, അത് തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ഒരുപാട് മാറ്റങ്ങളിലൂടെ ഇപ്പൊ ഞാൻ കടന്നു വരുന്നു, ഒരുപാട് നവീകരണത്തിലൂടെ കടന്നു പോവാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി. ഇപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ ആ ഇരുമ്പൊലക്ക എടുത്ത് കൊണ്ടുപോയി ഒരു ടീമിന്റെ മുമ്പിൽ കൊണ്ടുപോയിക്കാം, എന്നിട്ട് ചർച്ച തുടങ്ങും. ചർച്ച തുടങ്ങുമ്പോ നമ്മുടെ ഇരുമ്പൊലക്ക ഒടിഞ്ഞു പോകും ചിലപ്പോ. ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വേറെ പല ആംഗിളിൽ നിന്ന് ആളുകൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്റെ ഐഡിയ പൂർണ്ണമായി ഞാൻ മാറ്റിവെക്കും. ഇപ്പോ അതിന്റെ നെഗറ്റീവ് ആംഗിൾ, പോസിറ്റീവ് ആംഗിൾ, അതിന്റെ പല സൈഡിൽ നിന്നും അത് പല അഭിപ്രായങ്ങൾ കേട്ട് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അബദ്ധമായിരുന്നു എന്ന് തോന്നുന്നത്. ചിലപ്പോൾ കൊണ്ടുവന്ന ആശയത്തെ മറ്റുള്ളവരുടെ ആശയം കൂടി ചേർത്ത് വെച്ച് അതിനെ തേച്ചു മിനുക്കി ആ ഒരു റഫ് ആയിട്ടുള്ള ഒരു ആശയത്തെ തേച്ചു മിനുക്കി മികച്ച ഒരു ആശയമാക്കി മാറ്റാൻ പറ്റും. ആ ടീം വർക്കിലാണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെ മാറിയിട്ടും അരപ്പിണറായി ആണ് എന്ന് പറയുന്നവരുണ്ട്. ഞാനത് മുഴുപ്പിണറായി ആണെന്ന് പറയുന്നില്ല, അരപ്പിണറായി ആണെന്ന് പോലും പറയുന്നില്ല. എന്നാൽ ഒരു കാൽ പിണറായി അല്ലെങ്കിൽ ഒരു അങ്കുലെങ്കിലും പിണറായി ഉണ്ടോ? പിണറായി വിജയന്റേതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. വി ഡി സതീശന്റേതായ നല്ല വശങ്ങളും മോശം വശങ്ങളും ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ കുറെ നല്ല വശം എടുത്ത് മോശം വശങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ നല്ല വശം ഏതാണെന്ന് നോക്കിയിട്ട് അതുകൂടി ഞാൻ അങ്ങ് എടുത്ത അപ്പൊ അരപ്പിണറായി എന്ന് പറഞ്ഞാൽ തെറ്റില്ലല്ലോ. നമസ്കാരം. നമ്മൾ പലപ്പോഴും കരുതുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്നത് സ്വന്തം അഭിപ്രായം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ അഭിപ്രായം അതെത്ര ശക്തമാണെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രം ഒരു നല്ല ആശയവിനിമയം ഒരിക്കലും സാധ്യമാകില്ല. ഇത് വളരെ മനോഹരമായി മനസ്സിലാക്കി തരുന്ന ഒരു നിരീക്ഷണം അടുത്തൊരു ചാനൽ ചർച്ചയിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പങ്കുവച്ചിരുന്നതാണ് തൊട്ടു മുമ്പ് നിങ്ങൾ കേട്ട വോയിസ്. അദ്ദേഹം പറയുന്നത് ഇതാണ്: കുറെ കാലം മുമ്പ് തൻ്റെ അഭിപ്രായങ്ങൾ ഇരുമ്പുലക്ക പോലെ ഉറച്ചതാണെന്ന് താൻ കരുതിയിരുന്നു എന്നാണ്. ചർച്ചകളിൽ സ്വന്തം അഭിപ്രായം ശരിയാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രത ശ്രമങ്ങളൊക്കെ ആയിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളൊക്കെ മാറി. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോട് പരമാവധി യോജിച്ചു കൊണ്ടുപോകാനും സ്വന്തം ഭാഗത്തുള്ള മോശം കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ഒരു പുതിയ അഭിപ്രായത്തിലേക്ക് എത്താൻ താൻ പരമാവധി ശ്രമിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനുശേഷം ഈ ചർച്ചയ്ക്കിടയിൽ മോഡറേറ്റർ അദ്ദേഹത്തോട് ഒരു രസകരമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. താങ്കളെ ഒരു പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്നാണ്. അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും അതിലും രസകരമാണ്. പിണറായി വിജയന് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വി ഡി സതീശനായ തനിക്കും നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളുമുണ്ട്. പിണറായി വിജയനിൽ നിന്ന് നല്ല കാര്യങ്ങൾ മാത്രം താൻ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ പിണറായി എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഈ മറുപടിക്കുള്ളിൽ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ പാഠം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതെന്താണ്? നമുക്കൊരാളുടെ മുഴുവൻ ആശയത്തെയും അംഗീകരിക്കേണ്ടതില്ല, അയാളുടെ ആശയത്തിലെ നല്ലൊരു ഭാഗം മാത്രം സ്വീകരിച്ചാൽ മതി എന്നാണ്. അവിടെ നിന്നാണ് ഞാൻ ഇനി പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരാശയം വരുന്നത്. സ്റ്റിച്ചിങ് മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര്. ഈ ആശയം ഒരു ടൈലർ 2 കഷ്ണം തുണിയെടുത്ത് തുന്നിച്ചേർക്കുന്നത് പോലെ തുന്നിയ ശേഷം അത് 2 കഷ്ണങ്ങളായി തോന്നുന്നതേയില്ല, അതൊരു ഉടുപ്പായി മാറുന്നു. അതൊരു വ്യത്യസ്തമായ 2 കഷ്ണങ്ങളാണ്, പക്ഷെ വിദഗ്ധമായി ചേർത്തപ്പോൾ ഒരു മനോഹരമായ ഏകതയുണ്ടായി. കമ്മ്യൂണിക്കേഷനിലും ഇത് തന്നെയാണ് ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾ മറ്റൊരാളും തമ്മിൽ 2 വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം മുഴുവനായി ഉപേക്ഷിക്കേണ്ടതില്ല, അയാൾ തൻ്റെ അഭിപ്രായം മുഴുവനായും ഉപേക്ഷിക്കേണ്ടതുമില്ല. പകരം അയാളുടെ അഭിപ്രായത്തിലെ നല്ലൊരു ഭാഗം എടുത്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിലെ നല്ലൊരു ഭാഗം നിങ്ങളും എടുത്തുകൊണ്ട് പിന്നെ ആ 2 ഭാഗങ്ങളും ചേർത്ത് വെക്കുക എന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിച്ചിങ് മെത്തേഡ്. ഇത് മറ്റൊരാളുടെ അഭിപ്രായത്തെ തോൽപ്പിക്കാനുള്ള രീതിയല്ല കേട്ടോ, അഭിപ്രായങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള രീതിയാണ്. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നെന്താണ്? ഞാൻ ശരി, നീ തെറ്റ്. രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കുടുംബത്തിൽ, സൗഹൃദത്തിൽ, ബിസിനസ്സിൽ, സംഘടനകളിൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലായിടങ്ങളിലുമുണ്ട്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുന്നത് ഒരു പരിഹാരം കണ്ടെത്താനല്ല, നമ്മൾ ശരിയാണെന്ന് തെളിയിക്കാനാണ്. അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഒരു മനുഷ്യൻ അയാൾ പറയുന്നതെല്ലാം തെറ്റായിരിക്കണം എന്നില്ല, അതുപോലെ തന്നെ നമ്മൾ പറയുന്നതെല്ലാം ശരിയായിക്കൊള്ളണമെന്നും ഇല്ല. 2 മനുഷ്യർക്ക് 2 വ്യത്യസ്ത അനുഭവങ്ങളുണ്ട്, 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്, 2 വ്യത്യസ്തമായ ജീവിതങ്ങളുമുണ്ട് അവർക്ക്.
അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങളും അവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷെ ആ വ്യത്യാസങ്ങൾക്കിടയിൽ ഒരു നല്ല ഭാഗം കണ്ടെത്താൻ കഴിഞ്ഞാലോ, അവിടെ നിന്നാണ് പുതിയൊരു ആശയം ജനിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് മികച്ച കമ്മ്യൂണിക്കേറ്റർമാരും എല്ലായ്പ്പോഴും ചോദിക്കുന്നത്, എനിക്ക് എങ്ങനെ നിന്നെ തോൽപ്പിക്കാമെന്നല്ല, നിന്റെ അഭിപ്രായത്തിൽ, നീ പറയുന്ന അഭിപ്രായത്തിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഭാഗം ഏതാണ് എന്നാണ് അവർ ആലോചിക്കുന്നത്. ആ ഒരു ചോദ്യം ഒരു തർക്കത്തെ ഒരു സംഭാഷണമാക്കി മാറ്റും, ഒരു എതിർപ്പിനെ ഒരു സഹകരണമാക്കി മാറ്റും, ഒരു അഭിപ്രായ വ്യത്യാസത്തെ ഒരു പുതിയ ആശയമാക്കി മാറ്റും. ഇതാണ് സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് ആശയങ്ങളെ നശിപ്പിക്കാതെ, രണ്ട് അഭിപ്രായങ്ങളെയും അപമാനിക്കാതെ, രണ്ട് മനുഷ്യരെയും തോൽപ്പിക്കാതെ, അവരിൽ ഉള്ള ഏറ്റവും നല്ല ഭാഗങ്ങളെ എടുത്തുകൊണ്ട് ഒന്നിച്ചു ചേർക്കുക എന്നതാണ്. അപ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളുടെ അഭിപ്രായവുമല്ല, എൻ്റെയും അഭിപ്രായമല്ല, നമ്മൾ രണ്ടുപേരും ചേർന്ന് സൃഷ്ടിച്ച മൂന്നാമത്തെ കൂടുതൽ മികച്ച ഒരു അഭിപ്രായമാണ്. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങൾ ആരോടെങ്കിലും അഭിപ്രായ വ്യത്യാസത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രം ഓർക്കുക, താൻ എങ്ങനെ ജയിക്കും എന്ന് ചിന്തിക്കുകയരുത്. പകരം സ്വയം നിങ്ങൾ ചോദിക്കുക, ഈ മനുഷ്യൻ പറയുന്നതിൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. നിങ്ങളുടെ നല്ലൊരു ആശയത്തോടൊപ്പം അതിനെ ചേർത്ത് വെക്കുക. രണ്ട് തുണിക്കഷ്ണങ്ങൾ വിദഗ്ധമായി തുന്നിച്ചേർന്നാൽ ഒരു പുതിയ ഡ്രസ്സ് ആയി മാറുന്നത് പോലെ രണ്ട് വ്യത്യസ്തമായ ആശയങ്ങളെ വിദഗ്ധമായി തുന്നിച്ചേർത്താൽ ഒരു പുതിയ അഭിപ്രായം ജനിക്കും. അതാണ് ആശയവിനിമയത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് കാണാം. അഭിപ്രായം അടിച്ചേൽപ്പിക്കുന്നതല്ല, അഭിപ്രായങ്ങളെ തുന്നിച്ചേർത്തുകൊണ്ട് പുതിയൊരു ധാരണ സൃഷ്ടിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിനെയാണ് കമ്മ്യൂണിക്കേഷനിലെ സ്റ്റിച്ചിങ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ആശയം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കാനായിട്ട്, ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അവർക്ക് ലഭിക്കാനായി ഈ ഫോളോ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യാനും ഒരിക്കലും നിങ്ങൾ മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് നന്ദി പറയുന്നു.